ട്രംപിന്റെ ഭീഷണിയിൽ എല്ലാവരും വഴങ്ങുന്ന ചരിത്രം മാത്രമാണ് ലോകത്ത് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയെ പിണക്കിക്കൊണ്ട് നിലനിൽപ്പില്ല എന്ന സത്യം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെയാണിത്. എന്നാൽ റഷ്യക്ക് നേരെ തന്റെ ഓലപ്പാമ്പുകളൊന്നും വിലപ്പോവില്ല എന്നാണ് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യുക്രൈനുമായി 10-12 ദിവസത്തിനകം സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ പുതിയ ഉപരോധങ്ങളും തീരുവയും പ്രഖ്യാപിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പാടെ അവഗണിച്ചുകൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുന്ന റഷ്യയെ കാണുമ്പോൾ ഇതല്ലാതെ മറ്റെന്തു പറയാനാണ്? തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സപ്പോറിഷ്യയിലെ ജയിലിൽ 17 തടവുകാർ കൊല്ലപ്പെടുകയും 80-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. ഇതിൽ പകുതിയിലേറെ പേരുടെ നിലയും അതിഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിലിലെ ഭക്ഷണ ഹാൾ, തടവുമുറി, ഓഫീസ് എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത്. നിപ്രോയിലെ 3 നില കെട്ടിടത്തിൽ പ്രവർത്തിച്ച മാതൃശിശു പരിചരണ ആശുപത്രിയിൽ 4 പേർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുൻ നിർദ്ദേശം തിരുത്തി കഴിഞ്ഞ ദിവസമാണ് 12 ദിവസത്തിനകം നിർത്താൻ ട്രംപ് അന്ത്യശാസനം നൽകിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിന്റെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ പ്രഖ്യാപനം. അതേസമയം കഴിഞ്ഞ ദിവസം 73 സ്ഥലങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയെന്നും അതിൽ 22 പേർ കൊല്ലപ്പെട്ടെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി അറിയിക്കുകയുണ്ടായി. മാത്രമല്ല മനഃപൂർവ്വമുള്ള ആക്രമണങ്ങൾ തന്നെയാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യുക്രൈനിൽ 3 വർഷത്തിലേറെയായി നടത്തുന്ന യുദ്ധം 10-12 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ട്രംപ് തിങ്കളാഴ്ചയാണ് അന്ത്യശാസനം നൽകിയത്. 2 ആഴ്ച മുമ്പ് നൽകിയ 50 ദിവസ സമയപരിധി വെട്ടിക്കുറച്ചതൊക്കെ റഷ്യയെ വലിയ തോതിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ത്യശാസനം നൽകി കളിക്കില്ലേ എന്നാണ് ട്രംപിന് റഷ്യ മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല ട്രംപിന്റെ വിരട്ടലിൽ വാതിലിന് മറവിൽ ഒളിക്കാൻ ഇത് ഇസ്രയേലോ ഇറാനോ അല്ല, റഷ്യയാണ് എന്നാണ് സുരക്ഷാ കൗൺസിൽ ഉപമേധാവി ദിമിത്രി മെദ്വദേവ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചത്. ഓരോ പുതിയ അന്ത്യശാസനവും ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള അടുത്ത പടവാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. യുക്രൈന് പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉഗ്രശേഷിയുള്ള 2 ഇസ്കന്ദർ M ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ 37 ഷാഹിദ് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ഇതിൽ 32 ഡ്രോണുകൾ തടുത്തിട്ടതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ജനുവരിയിൽ പ്രസിഡന്റ് ആയതു മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ട്രംപ്. എന്നാൽ വെടിനിർത്തൽ കരാറിൽ എത്താമെന്ന് പറയുന്നതല്ലാതെ പുടിൻ അതിന് ആത്മാർത്ഥ ശ്രമം കാണിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എത്ര പറഞ്ഞിട്ടും റഷ്യ അമ്പിനും വില്ലിനും അടുക്കാത്ത നിലപാട് തുടരവെയാണ് റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ അമേരിക്ക തുനിഞ്ഞിറങ്ങിയത്. അതിലും പുടിൻ ഭയപ്പെടുന്നില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം നൽകിയിട്ടും അതിന് വിരുദ്ധമായി തുടരുന്ന ഈ യുദ്ധം.